വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവട കേസിൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്റ്റലിലെ മെഡിക്കൽ കമ്മിറ്റി അംഗം LC ഉമ്മൻ, കോർഡിനേറ്റർ സംഗീത എന്നിവരെ ED ചോദ്യം ചെയ്യുകയാണ്. കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റാണ് LC ഉമ്മൻ. മെഡിക്കൽ സൂപ്രണ്ട് മറിയ വർഗീസിനെ ED ചോദ്യം ചെയ്തിരുന്നു. ജിജീഷ് കരുണാകരനാണ് ചേരുന്നത്. ജിജീഷ്, ഈ ചോദ്യം ചെയ്യൽ എങ്ങനെ പുരോഗമിക്കുന്നു? വളരെ നിർണായകമായ എന്തെങ്കിലും കാര്യങ്ങൾ ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭ്യമായിട്ടുണ്ടോ? ഗൗതം, നേരത്തെ സംസ്ഥാന വ്യാപകമായി നിരവധി സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനയിൽ അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ ചോദ്യം ചെയ്യലുകളെല്ലാം തന്നെ പുരോഗമിക്കുന്നത്. പ്രധാനമായും ഈ രോഗികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ് ഏജന്റുമാർക്ക് ലഭിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഡോക്ടർമാരിൽ നിന്ന് തേടുന്നത്. കഴിഞ്ഞ ദിവസം ലെക്ചർ ആശുപത്രിയിലെ നിരവധി ഡോക്ടർമാരെ ചോദ്യം ചെയ്തിരുന്നു. അത് പ്രധാനപ്പെട്ട രേഖകളടക്കം അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ നടപടി. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ ഡോക്ടർമാരെ കൂടി ഇവർ മെഡിക്കൽ കമ്മിറ്റി ഉൾപ്പെടുന്ന ആളുകൾ കൂടിയാണ്. സാധാരണ ഇത്തരത്തിൽ അവയവമാറ്റ ശസ്ത്രക്രിയകൾ നിർദ്ദേശിക്കുമ്പോൾ അതിനായി ആശുപത്രിയിൽ ഒരു മെഡിക്കൽ കമ്മിറ്റി രൂപീകരിക്കാറുണ്ട്. ആ മെഡിക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ഡോക്ടറെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. അത് LC ഉമ്മൻ മെഡിക്കൽ കമ്മിറ്റി അംഗമാണ്. ഒപ്പം തന്നെ ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റ് കൂടിയാണ് ഈ ഡോക്ടർ, കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് കൂടിയാണ് ഈ ഡോക്ടർ. അങ്ങനെ അവരെയെല്ലാം വിശദമായി ചോദ്യം ചെയ്തുകൊണ്ട് ഏത് സാഹചര്യത്തിലാണ് ഈ അവയവമാറ്റ ശസ്ത്രക്രിയകൾ നിർദ്ദേശിക്കുന്നത്, അത്തരത്തിൽ അവയവമാറ്റ ശസ്ത്രക്രിയകൾ രോഗികൾക്ക് നിർദ്ദേശിക്കുമ്പോൾ ഈ ഏജന്റുമാരെ കൂടി ബന്ധപ്പെടുത്തി നൽകാറുണ്ടോ, അത്തരം ആളുകളെ എങ്ങനെയാണ് അല്ലെങ്കിൽ ദാതാക്കളെ എങ്ങനെയെല്ലാമാണ് കണ്ടെത്തിയിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. നേരത്തെ നടത്തിയ റെയ്ഡിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിരവധി തെളിവുകൾ ലഭിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അവയവക്കടത്ത് റാക്കറ്റുമായി ചില സ്വകാര്യ ആശുപത്രികൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നതിന്റെ തെളിവുകൾ ലഭിച്ചിരുന്നു. അത്തരം തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഈ ദാതാക്കളെ കണ്ടെത്തിയിരുന്നത്, അതിനുള്ള കമ്മീഷൻ ഇടപാടുകൾ നടത്തിയിരുന്നു, അങ്ങനെയെങ്കിൽ ആരെല്ലാമാണ് ആ കമ്മീഷൻ ഇടപാടുകൾക്ക് ചുക്കാൻ പിടിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ ഒന്ന്, ആശുപത്രികളുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, മാനേജ്മെന്റ് പ്രതിനിധികൾ, പ്രധാനപ്പെട്ട ഡോക്ടർമാർ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ വിശദാംശങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം ശേഖരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടർമാരെ ചോദ്യം ചെയ്ത് മെഡിക്കൽ ട്രസ്റ്റിലെ അടക്കമുള്ള ഡോക്ടർമാരെ ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഡോക്ടറെ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ മറിയ വർഗീസിനെയായിരുന്നു, മെഡിക്കൽ ട്രസ്റ്റിന്റെ സൂപ്രണ്ടായ മറിയ വർഗീസിനെയായിരുന്നു ചോദ്യം ചെയ്തത്. അതിന്റെ തുടർച്ചയായിട്ട്, കാരണം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പ്യൂട്ടറുകളിൽ നിന്നും ലാപ്ടോപ്പുകളിൽ നിന്നും അവയവക്കടത്തുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ ലഭിച്ചിരുന്നു. അത് അത്തരം വിവരങ്ങൾ കൂടുതൽ അതിനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുക എന്നൊരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം ചെയ്യലുകളെല്ലാം തന്നെ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഗൗതം, ഓക്കെ, വ്യക്തമാണ്. ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.